ഹലോ വെൽക്കം ബാക്ക് ടു ദ കോസി കിച്ചൺ ബൈ സ്നേഹ. അപ്പം ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ചിക്കൻ 65 അകം നല്ല സോഫ്റ്റും ടെൻഡറും ജ്യൂസിയൊക്കെ ആയിട്ടുള്ളതും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ വേണ്ടത് 1.5 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, 1.5 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ അരച്ച് വേണം എടുക്കാൻ, ചതച്ചെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർത്താൽ മതി, നന്നായിട്ട് അരഞ്ഞു കിട്ടും. അങ്ങനെ ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇടുക. ഏകദേശം 1/2 കിലോയോളം ചിക്കൻ ഉണ്ടാവും. ഈ മിക്സ് മുഴുവനായിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇടുക. അതിനുശേഷം പാകത്തിന് ഉപ്പിടുക. പിന്നെ ഞാൻ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും എന്നാൽ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് എരിവ് അധികം വേണ്ട കേട്ടോ, അതുകൊണ്ട് ഞാൻ അധികം എരിവ് ഇട്ടിട്ടില്ല. ഞാനൊരു 5 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ ആകെ 2.5 സ്പൂണൊക്കെ ഇടുന്നുള്ളൂ. അതിനുശേഷം കളർ കുറവായതുകൊണ്ട് ഞാൻ പിന്നെയും കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം കുരുമുളക് പൊടി എത്ര വേണമെങ്കിലും ഇടാം. ഞങ്ങൾ പറഞ്ഞല്ലോ അധികം എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു 1 സ്പൂണൊക്കെ, ഒന്ന് തികച്ചുണ്ടാവില്ല, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് 3 സ്പൂൺ, അതുപോലെ ചെറുനാരങ്ങ നീരും കുറച്ച് ചേർക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും നമ്മൾ തൈരും ലെമണൊക്കെ ചേർത്ത് കഴിയുമ്പോൾ. അതിനുശേഷം പിന്നെ ചേർക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. 1 സ്പൂൺ കോൺഫ്ലോറും 1 സ്പൂൺ അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. മൈദ ഉണ്ടെങ്കിൽ മൈദയും ചേർക്കുക, ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് വരാനും. പിന്നെ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഇതിനോടൊപ്പം തന്നെ മുട്ട ചേർക്കണം. ഞാൻ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് തിരുമ്മി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് മുട്ട ചേർത്തിട്ടില്ലല്ലോ എന്ന്. അതിനുശേഷം ഞാനൊരു മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എത്ര നേരം ഫ്രിഡ്ജിൽ വെക്കുന്നോ അത്രയും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു 6 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അങ്ങനെ അടുപ്പത്ത് പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക, ഒന്നുമില്ല, നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇടുക, നല്ല ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ നമ്മൾ ഇടുമ്പോൾ തീ നല്ലതുപോലെ വേണം. പിന്നെ നമ്മൾ തീ കുറച്ചിടണം, സിമ്മിലിടണം, അല്ലെങ്കിൽ എണ്ണ കുടിച്ചു പോകും. കുറച്ചധികം സമയം നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് ചിക്കൻ. പിന്നെ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇടാം. കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടാലും അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അത്ര എരിവ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ളത് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമോ ഗീ റൈസ്, പൊറോട്ട എല്ലാത്തിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് പോട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പീസ് പൊറോട്ടയും ഈ ചിക്കൻ ഫ്രൈയും കൂടി എടുത്ത് കഴിക്കണം, എൻ്റെ പൊന്നോ, പിന്നെ വേറൊന്നും വേണ്ട. പിന്നെ ഈ ചിക്കൻ ഫ്രൈയുടെ പൊടി ഇഷ്ടമാണോ എല്ലാവർക്കും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈയുടെ പൊടി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.